നമസ്കാരം. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഓഫീസേഴ്സ് ക്ലബ്ബിൽ നടന്ന പുരാതന ആനക്കൊമ്പ് മോഷണ കേസിൽ അന്വേഷണം സൈനിക ക്യാമ്പിനുള്ളിലെ ഉന്നത ഉദ്യോഗസ്ഥനിലേക്ക് ചുരുങ്ങുന്നു. സംശയനിഴലിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും ഫോൺ കോൾ രേഖകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഈ ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങൾക്കും ആനകളോടുള്ള പ്രത്യേക താല്പര്യവും സ്നേഹവും വ്യക്തമാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് കേസിൽ നിർണായകമായിരിക്കുകയാണ്. അതീവ സുരക്ഷാ വലയത്തിലുള്ള സൈനിക കേന്ദ്രത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് കടന്നുകയറി മോഷണം നടത്തുക അസാധ്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ് തുടക്കം മുതലേ എത്തിയത്. ക്യാമ്പിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്ന് മോഷണം പോയ ആനക്കൊമ്പുകൾ ക്യാമ്പ് പരിധിക്ക് പുറത്തേക്ക് പോയിട്ടില്ലെന്നാണ് പോലീസ് കരുതുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 2 കോടി രൂപയോളം വില മതിക്കുന്ന ഇവ ക്യാമ്പിനുള്ളിലെ കാടുകളിലോ രഹസ്യ സങ്കേതങ്ങളിലോ ഒളിപ്പിച്ചിരിക്കാനാണ് സാധ്യത. ക്യാമ്പിലെ ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന ഇവ മോഷ്ടിക്കപ്പെട്ടത് കനത്ത സുരക്ഷയുടെ നടുവിൽ നിന്നാണ്. ക്യാമ്പിലേക്ക് വന്ന പുറത്തുനിന്ന ആളുകളാണ് ആനക്കൊമ്പ് മോഷ്ടിച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കവേ ക്യാമ്പിനുള്ളിലുള്ളവർ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അതേസമയം സൈനിക ക്യാമ്പുമായി ബന്ധപ്പെട്ടതായതിനാൽ അന്വേഷണത്തിൽ പല പ്രതിസന്ധികളും പോലീസ് നേരിടുന്നുണ്ട്. ക്യാമ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് അനുമതികളാണ് വിലങ്ങുതടിയാകുന്നത്. ഇതുവരെ പോലീസിന് ക്യാമ്പിലെ കാർഡ് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കേസായതിനാൽ അന്വേഷണത്തിൽ വലിയ വെല്ലുവിളികളാണ് പോലീസ് നേരിടുന്നത്. സൈനിക നിയമങ്ങളും കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകളും കാരണം ക്യാമ്പിനുള്ളിലെ എല്ലാ സ്ഥലങ്ങളിലും വിശദമായ പരിശോധന നടത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ക്യാമ്പിനുള്ളിലെ വനമേഖലയിലോ മറ്റു കെട്ടിടങ്ങളിലോ പരിശോധന നടത്താൻ ഉന്നത തലത്തിലുള്ള പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇതിനായി ഔദ്യോഗികമായി അനുമതി തേടിക്കൊണ്ട് സൈനിക അധികൃതർക്ക് കത്തെഴുതാനാണ് പോലീസിന്റെ തീരുമാനം. 1929 അന്നത്തെ സർക്കാർ സൈന്യത്തിന് ഔദ്യോഗികമായി കൈമാറിയ 2 ആനക്കൊമ്പുകളാണ് ഫെബ്രുവരി 13 മോഷ്ടിക്കപ്പെട്ടത്. ഓഫീസേഴ്സ് ക്ലബ്ബിലെ കനത്ത സുരക്ഷയ്ക്കിടയിൽ നിന്ന് പുരാതനമായ ഈ ആനക്കൊമ്പുകൾ എങ്ങനെ കാണാതായി എന്നത് സൈനിക വൃത്തങ്ങളെയും അമ്പരപ്പിച്ചിരുന്നു. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉറപ്പാക്കിയാൽ മാത്രമേ മോഷണം പോയ ആനക്കൊമ്പുകൾ കണ്ടെടുക്കാനും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസിന് സാധിക്കൂ. ഒരു ഉദ്യോഗസ്ഥന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പങ്കിനെക്കുറിച്ച് സൂചന നൽകുന്ന നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചതായിട്ടാണ് വിവരം. ദേശാഭിമാനിയാണ് ഈ ഘട്ടത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതീവ സുരക്ഷാ വലയത്തിലുള്ള സൈനിക കേന്ദ്രത്തിൽ പുറത്തുനിന്നുള്ളവർക്ക് കടന്നുകയറി ഇത്തരം ഒരു മോഷണം നടത്തുക അസാധ്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ് തുടക്കം മുതലേ എത്തിയിരുന്നതെന്നും ദേശാഭിമാനി പറയുന്നു. ക്യാമ്പിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്നും പോലീസിന് സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്. മോഷണം പോയ ആനക്കൊമ്പുകൾ ക്യാമ്പ് പരിധിക്ക് പുറത്തേക്ക് കടന്നിട്ടില്ല. കവർച്ച നടന്ന ദിവസം അർദ്ധരാത്രി റെജിമെന്റിന് പിന്നിലെ കാടുമുടിയ സ്ഥലത്ത് നിന്ന് സംശയസ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. ഉത്തരേന്ത്യക്കാരനായ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് സംശയം നീണ്ടതോടെ അന്വേഷണം ഉഴപ്പിയെന്നും ആക്ഷേപമുണ്ട്. സൈന്യത്തിന് നാണക്കേടുണ്ടാക്കിയ കവർച്ചയെക്കുറിച്ച് സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. കവർച്ച നടന്ന റെജിമെന്റിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പാങ്ങോട് ക്യാമ്പിലെ മറ്റൊരു റെജിമെന്റായ ഗഡ്വാൾ റൈഫിൾസിലെ ഉദ്യോഗസ്ഥരെയും സൈനിക കേന്ദ്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് അന്വേഷണം നടത്തുന്നത്. ആനക്കൊമ്പുകൾ ക്യാമ്പിന് പുറത്ത് കൊണ്ടുപോയിട്ടില്ലെന്നാണ് പോലീസും പറയുന്നത്. പോലീസും സൈന്യവും ചേർന്ന് ചതുപ്പുകളും തോടുകളുമുള്ള കാട് പിടിച്ചു കിടക്കുന്ന പട്ടാള ക്യാമ്പിന്റെ വളപ്പിലാകെ പരിശോധിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷണത്തിനും അതിക്രമിച്ചു കടക്കലിനും 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഡെപ്യൂട്ടി കമ്മീഷണർ തബോഷ് ബസുമദാരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്.